ഹായ് ഗായ്സ്, എൻ്റെ പേര് ശ്രുതി. ഞാനിവിടെ ജർമ്മനിയിൽ ഇയന എന്ന് പറഞ്ഞ സ്ഥലത്ത് മാസ്റ്റേഴ്സ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് സിറ്റിസണിലേക്ക് പോവാച്ചിട്ടാണ്. അപ്പോൾ അവിടെ എന്തൊക്കെയാണുള്ളതെന്ന് ചെറുതായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ ശ്രമിക്കാം എന്നുള്ളൊരു മൈൻഡിലാണ്. സോ ലെറ്റ്സ് ഗോ. പിന്നെ എല്ലാ അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിലും ഇതുപോലെ പോസ്റ്റൽ ബോക്സ് ഉണ്ടാവും, നമ്മുടെ റൂം നമ്പറും നെയിമും വെച്ചിട്ട്. അപ്പൊ ഇതാണ് ഈ എൻട്രൻസിന്റെ അവിടെ നിന്നുള്ളൊരു വ്യൂ. അത്യാവശ്യം ഇരിക്കാനുള്ള സ്പേസും മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ബുഷൊക്കെ ഇവരെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. ഇങ്ങനെയാണ് ഹോൾ ബിൽഡിംഗ്. എല്ലാ റൂംസിലും സ്റ്റുഡൻസ് തന്നെയാണുള്ളത്. അവർ സ്റ്റുഡൻസിനാണ് കൊടുക്കാറ്. പിന്നെ ട്രാം സ്റ്റോപ്പ് ഇവിടെ അടുത്ത് തന്നെയാണ്, നടക്കാനുള്ള ദൂരേ ഉള്ളൂ. അതുകൊണ്ട് ട്രാം കിട്ടാൻ ഈസിയാണ്. പിന്നെ എല്ലാ ട്രാം സ്റ്റോപ്പിലും ഇതുപോലെ ഒരു സ്ക്രീൻ ഉണ്ടാവും, ട്രാം നമ്പറും ഡെസ്റ്റിനേഷനും ടൈമും കാണിച്ചിട്ട്. അപ്പം എനിക്ക് 1 മിനിറ്റിൽ ട്രാം ഉണ്ട്. ട്രാമിൻ്റെ ഉള്ളിലും ഇതുപോലെ സ്ക്രീൻ ഉണ്ടാവും, ഓരോ സ്റ്റോപ്പുകൾ ഏതൊക്കെയാണെന്ന് കാണിച്ചിട്ട്. ഞാനിപ്പോൾ സിറ്റി സെൻറ്റർ എത്തി. വലിയ സിറ്റിയൊന്നല്ല, ഇവിടെ ചെറിയൊരു സിറ്റിയാണ്. ഇവിടുത്തെ വേറെ സിറ്റീനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ സിറ്റിയാണ് യെന. ഞാൻ കാണിച്ചു തരാം ഇവിടെ എങ്ങനെയാണ്, എങ്ങനെ ഉണ്ടെന്ന്. പിന്നെ ശീലമാവാത്തതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നുണ്ട്, ക്യാമറയ്ക്ക് നോക്കാതെ. ഇത് ആക്ച്വലി ഇവിടുത്തെ ഒരു ബാങ്കാണ്, സ്പർക്കാസെ എന്ന് പറയും. സ്പർക്കാസെ കണ്ടോ, തിയേറ്റർ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. നല്ല ചുമ്മാ നിങ്ങൾക്ക് കാണിച്ചു തരുന്നേ ഉള്ളൂ. എനിക്കറിയില്ല ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന്. എനിക്ക് മെയിനായിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പോകാനുണ്ട്. അപ്പം ഞാൻ അതിനാണ് ഇവിടെ യൂഷ്വലി നമ്മൾ DM എന്ന് പറഞ്ഞൊരു കട ഉണ്ട്, അവിടെയാണ് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പോവാറ്. ഞാൻ എങ്ങനെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാമെന്ന് കാണിച്ചു തരാം. ഇതിലാണ് ഫോട്ടോസും ഡോക്യുമെൻറ്റ്സും ഒക്കെ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ഏതാണോ ലാംഗ്വേജ് അത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഡോക്യുമെൻ്റ് ആണ് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നത്, അതുകൊണ്ട് ഈ കോപ്പി സർവീസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. ഇതിൽ സെലക്ട് ഡോക്യുമെൻറ്റ്സ് കൊടുക്കുക. പിന്നെ ഫോണുമായിട്ട് കണക്ട് ചെയ്യേ വേണ്ടുള്ളൂ. ആൻഡ്രോയിഡ് ആണെങ്കിൽ ആൻഡ്രോയിഡ്, ആപ്പിൾ ആണെങ്കിൽ ആപ്പിൾ. പിന്നെ വൈഫൈ, ബ്ലൂടൂത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫോണുമായിട്ട് കണക്ട് ചെയ്യുക, ഡോക്യുമെൻ്റ് ട്രാൻസ്ഫർ ചെയ്യുക. പിന്നെ സൈഡിൽ തന്നെ നമുക്ക് എങ്ങനെയാണോ ഡോക്യുമെൻ്റ് വേണ്ടത് അതിനനുസരിച്ചിട്ട് സെറ്റിങ്സ് മാറ്റാം. പിന്നെ നെക്സ്റ്റ് കൊടുത്ത് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുക. അപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു ബില്ല് കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കണ സമയത്ത് ആദ്യം കിട്ടുന്ന ബില്ല്. എന്നിട്ട് നമ്മൾ കൗണ്ടറിൽ പോയിട്ട് പേ ചെയ്യുക. നമ്മൾക്കത് ബില്ല് ചെയ്തു. ഇനി ഇവിടെ ജസ്റ്റ് ഇതിവിടെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രിൻ്റ് ഔട്ട് കിട്ടും. നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തു. ഇനി ഇത് ഒന്ന് ഫില്ല് ചെയ്തിട്ട് യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുപോയിട്ട് ഇടണം. അവിടുത്തെ പോസ്റ്റൽ ബോക്സിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ അവിടുത്തെ ഓഫീസിൽ കൊണ്ട് കൊടുക്കും ചെയ്യാം, രണ്ടും ചെയ്യാമെന്നാണ്. അപ്പം ഞാൻ അതിന് പോട്ടെ. അത്യാവശ്യം നല്ല വെയിലുണ്ട്, അതുകൊണ്ട് ഒരു ചെറിയ സുഖമുണ്ട്. പക്ഷേ ഇവിടുത്തെ വെയിൽ വല്ലാത്ത വെളിച്ചാണ്, അതുകൊണ്ട് കണ്ണിന് നല്ല ഒരു ഇറിറ്റേഷനാണ്. വല്ലാണ്ട് ഈ വെയിലത്ത് നടന്നു കഴിഞ്ഞാൽ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല,
ഇവിടെ ഒരു സിറ്റി മൊത്തമാണ് യൂണിവേഴ്സിറ്റി ബിൽഡിംഗ് ഉള്ളത്. ഇപ്പം ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, കുറച്ച് 2 സ്റ്റോപ്പ് അപ്പുറത്ത് വേറെ ബിൽഡിംഗ് ഉണ്ട്. അങ്ങനെ മൊത്തം സ്കാറ്റേർഡ് ആയിട്ടാണ് യൂണിവേഴ്സിറ്റി. നമ്മുടെ നാട്ടിലത്തെ പോലെ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലല്ല യൂണിവേഴ്സിറ്റി ഉള്ളത് ഇവിടെ. അപ്പോൾ ഓരോ ആവശ്യത്തിന് ഓരോ സ്ഥലത്താണ് പോകേണ്ടത്. നമുക്ക് ഓരോ ക്ലാസ്സും ഓരോ സ്ഥലത്തായിരിക്കും എപ്പോഴും. അങ്ങനെ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഒരു ക്ലാസ്സിൽ അങ്ങനെയല്ല. നമ്മൾ ഓരോ പ്രൊഫസേഴ്സ് ഏത് ബിൽഡിങ്ങിലാണുള്ളത്, എവിടെയാണോ ക്ലാസ് ഉള്ളത് അവിടേക്കാണ് പോകേണ്ടത്. ഇപ്പോൾ പോണത് യൂണിവേഴ്സിറ്റിയുടെ ഒരു മെയിൻ ബിൽഡിംഗ് ആണ്. എല്ലാ ഓഫീസും സ്റ്റാഫുകളൊക്കെ ഉള്ള ഒരു ബിൽഡിങ്ങൊക്കെയാണ് ഞാൻ പോണത്. നമ്മൾ ഈ മെയിനായിട്ടുള്ള ജോബ് റിലേറ്റഡോ അല്ലെങ്കിൽ നമ്മുടെ അഡ്മിഷൻ കാര്യങ്ങൾ, സ്റ്റുഡൻറ്റ് സർവീസ് സെൻ്ററൊക്കെ ഉള്ള ഒരു ബിൽഡിംഗ് ആണ്. ഒരു പഴയ ബിൽഡിംഗ്, നല്ല കാണാൻ ഭംഗിയുള്ള ബിൽഡിംഗ്. ഞാൻ നമുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ വെക്കേഷനാണ് സത്യം പറഞ്ഞാൽ. ഇനി ഒക്ടോബർ മുതൽക്കാണ് ഇനിയും ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. എൻ്റെ ഓൾമോസ്റ്റ് ഇപ്പോൾ 1 ഇയർ കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഇയർ നമ്മൾ പ്രൊജക്റ്റും തീസിസും ആണ്. പക്ഷെ കുറച്ചും കൂടി ക്ലാസ്സസ് ബാക്കിയുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒക്ടോബറിൽ പിന്നെ ഇനി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും വെക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇപ്പം അങ്ങനെ ചുമ്മാ ചില്ലിത് നടക്കുകയാണ്. വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മാക്സിമം വെക്കേഷനിൽ നമുക്ക് മാക്സിമം വർക്ക് ചെയ്യാൻ പറ്റും, ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. ചില യൂണിവേഴ്സിറ്റിയിൽ ചില അറ്റൻഡൻസ് കമ്പൽസറി ആയതുകൊണ്ട് നമുക്ക് ക്ലാസ്സിന് പോയേ പറ്റുള്ളൂ. അപ്പോൾ കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വർക്കിൻ്റെ അവിടെ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറയേണ്ടി വരും. വെക്കേഷനിൽ പിന്നെ നമുക്ക് അതിൻ്റെ ഒന്നൊരു ആവശ്യം വരുന്നില്ല, സുഖമായിട്ട് വർക്ക് ചെയ്യാം. ചെറുതായിട്ട് ഇങ്ങനെ വെയിലും തണുപ്പും ക്ലൈമറ്റ് മാറണോണ്ട് കോൾഡ് ചെറുതായിട്ടുണ്ട് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൂക്ക് വലിക്കുന്നത്. ഈ സമ്മറൊക്കെ ആവുന്ന സമയത്താണ് മെയിനായിട്ട് ആൾക്കാർ ഈ സൈക്കിളൊക്കെ എടുത്ത് കുറേ ട്രാവൽ ചെയ്യും. സൈക്കിള്, പുതിയ ബൈക്കുകൾ, ഇതൊക്കെ ഈ സമ്മറിൽ എല്ലാവരും പുറത്തെടുക്കും. ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്, ഞാൻ ഇതുവരെ പോയി പരീക്ഷിച്ചിട്ടില്ല. ഇവിടെയുള്ള സ്ട്രീറ്റുകളാണ് ഇതൊക്കെ. നമുക്ക് ട്രാമിലും പോവാം കേട്ടോ. നല്ല നടന്നു കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് നടക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ തന്നെയാണ് ഇവിടെയൊക്കെ ഉള്ളത്. ഇനിയിപ്പോൾ കുറേ നടന്നിട്ട് വലിയ ഒന്നും തോന്നുന്നില്ല, എന്നാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് നടക്കാമെന്ന് കരുതി ഞാനിവിടെ എവല്യൂഷൻ ഇക്കോളജി ആൻഡ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞ കോഴ്സിലാണ് മാസ്റ്റേഴ്സ് ചെയ്യണത്. വലിയ കുഴപ്പമില്ല, അങ്ങനെയുള്ളൂ. നമ്മുടെ പ്രൊഫസേഴ്സ് ഒക്കെ കുറേ പേര് റിട്ടയർഡ് ആയതുകൊണ്ട് ചില കോഴ്സസ് ഇപ്രാവശ്യം അവൈലബിൾ അല്ല. അതിൻ്റെ ഒരു പ്രശ്നം ഒഴിച്ചാൽ ബാക്കി വലിയ കുഴപ്പമൊന്നുമില്ല കോഴ്സ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ക്ലാസ്സസിന് പോകണം, അതിൻ്റെ ഒരു ഇതുണ്ട്, ചെറിയൊരു മടിയുണ്ട്. ഓണമൊക്കെ കഴിഞ്ഞില്ലേ, അപ്പോൾ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും നന്നായി പോയി എന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഇവിടെയും മലയാളീസ് കുറച്ച് പേര് കൂടിയിട്ട് ഓണം ആഘോഷിച്ചിരുന്നു ഞങ്ങൾ. വലിയ കുഴപ്പമില്ലാതെ പോയി. പിന്നെ ഞാൻ മാരീഡാണ്, അവൻ ദുബായിലാണ്. അവൻ ഇങ്ങോട്ട് വരണച്ചിട്ടാണ്, അപ്പോൾ വരാനുള്ള ശ്രമങ്ങളിലാണ്. സക്സസ് ആയാൽ അവനെയും കുറച്ച് കാലം കഴിഞ്ഞാൽ ഇവിടെ കാണാവുന്നതാണ് എൻ്റെ കൂടെ. ഇതാണ് ഞാൻ പറഞ്ഞ യൂണിവേഴ്സിറ്റി ബിൽഡിങ്. ഒരു പഴയ ബിൽഡിങ്ങാണ്, കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ബിൽഡിങ്ങാണ്. ഉള്ളിലോട്ടും അത്യാവശ്യം കൂളിംഗ് ഒക്കെ ഉള്ള ഒരു ബിൽഡിങ്ങാണ്. അത് സ്റ്റുഡൻറ്റ് സർവീസ് സെൻ്ററാണ്. ഇവിടെ കുറേ ഓഫീസുകളുണ്ട്. ഒരു വർഷമായി വെച്ചാലും എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ റൂം നമ്പറൊക്കെ നോക്കിയിട്ടാണ് ഓരോ സ്ഥലത്തേക്ക് പോവുക. അപ്പോൾ മെയിലാണെന്ന് വെച്ചാൽ ഒരു പ്രോപ്പറായിട്ട് ഏതാ ഓഫീസാണ്, എവിടെയാണ്, ഏതാ ബിൽഡിംഗ് എന്നൊക്കെ അഡ്രസ്സ് തന്നിട്ടുണ്ടാവും. അപ്പോൾ എളുപ്പമാണ് വന്ന് നോക്കാൻ. ഇവിടെ മിക്കപ്പോഴും ഇങ്ങനെ ആയിരിക്കും, അധികം തിരക്കോ അങ്ങനെ ബഹളമൊന്നും ഉണ്ടാവില്ല. കാരണം ആൾക്കാർ മിക്കപ്പോഴും അപ്പോയിൻമെൻ്റ് എടുത്തിട്ടൊക്കെ വരല് തോന്നുന്നു, അതുകൊണ്ടാവാം ഇങ്ങനെ തിരക്കില്ലാത്തത്. ഇതിവിടെ മെയിനായിട്ട് പ്രോഗ്രാംസൊക്കെ നടത്തുന്നൊരു സ്ഥലമാണ്. ബിൽഡിങ്ങും അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ.
മിക്ക എല്ലാ ബിൽഡിങ്ങുകളുടെയും നല്ല ഭംഗിയാണ് കാണാൻ പൊതുവെ ഇങ്ങനെയൊക്കെ ആയിട്ട്. ഒരു ഹെർബേറിയം, അതായത് നമ്മുടെ പ്ലാന്റ്സ് ഡ്രൈ ചെയ്തിട്ട് പേപ്പറിൽ പേസ്റ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാണ്ടായിരുന്നു. അത് ഞാൻ സബ്മിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത് ഗ്രേഡിങ് കഴിഞ്ഞിട്ട് തിരിച്ചെടുത്തോളം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര ലേറ്റായി അതെടുക്കാൻ വരാൻ. അത് അവിടെ ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടും. അപ്പോൾ ഞാൻ അതൊന്ന് പോയി നോക്കാച്ചിട്ടാണ്. കിട്ടിയാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഭാഗ്യമില്ല, നമുക്കിവിടെ വെള്ളം അടിക്കാതെ അതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ. പക്ഷെ അത് ക്ലോസ്ഡാണ് ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഹെർബേറിയത്തിൻ്റെ സെക്ഷൻ. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ എൻ്റെ രണ്ടാമത്തെ പ്ലാൻ. അത് നടന്നില്ല. ഒന്ന് മെയിനായിട്ട് യൂണിവേഴ്സിറ്റിക്ക് വന്നിട്ട് ആ ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഒന്നില്ലെങ്കിൽ പോസ്റ്റ് ബോക്സിലിടാം, അല്ലെങ്കിൽ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കാമായിരുന്നു. അപ്പോൾ ആ ഓഫീസ് ഓപ്പൺ ആയതുകൊണ്ട് ഞാൻ നേരിട്ട് കൊണ്ട് കൊടുത്തു. നമുക്കിവിടെ പിന്നെ നമ്മുടെ ഇന്ത്യൻ സാധനങ്ങൾ കിട്ടാൻ ഇവിടെ ഒരു ഓറിയൻറ്റ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അവിടെ അത്യാവശ്യ സാധനങ്ങളൊക്കെ കിട്ടും. മസാലാസും പപ്പടവും അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടും. വലിയ പപ്പടമാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം എണ്ണ ഉണ്ടാവാറുണ്ട്. 2.5 യൂറോ ആണ്. പിന്നെ നമ്മുടെ നാട്ടിലത്തെ, ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് നാട്ടിലത്തെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് മസാലാസാണെന്ന്. എന്നാലും നമുക്ക് അത്യാവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതെന്താ? അതെന്താവോ? ചിലപ്പോൾ ഇവിടെ ഫ്രോസൺ പൊറോട്ട ഉണ്ടാവാറുണ്ട്. നോക്കാം നമുക്ക് പോയിട്ടുണ്ടോയെന്ന്. കണ്ടോ, ഫ്രോസൺ പൊറോട്ട ഉണ്ടാവലുണ്ട് ഇവിടെ. ഫ്രോസൺ കറി ലീവ്സ് അങ്ങനെ എല്ലാം കിട്ടലുണ്ട്. ഒക്ര, നമ്മൾ വെണ്ടയ്ക്ക ഫ്രോസൺ ഉണ്ട്. ഫ്രോസൺ ഐറ്റംസ് കുറച്ചുകൂടി ഈസി ആയിട്ട് കിട്ടും തോന്നുന്നു എനിക്കിവിടെ ഫ്രഷിനെക്കാട്ടിലും. ഇതൊക്കെ ചൈനീസ്, കൊറിയൻ ചില്ലി സോസ്, സോയാ സോസ് അതൊക്കെയാണ്. ഞാൻ പിന്നെ വർക്കിനൊക്കെ പെട്ടെന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ മാഗി നൂഡിൽസ് അല്ലെങ്കിലും ഇൻഡോമി വാങ്ങാറുണ്ട് ഇടയ്ക്ക്. അപ്പോൾ അതൊന്നെടുത്തു, പപ്പടം ഒന്നെടുത്തു. ഇത് ഇവിടെ യെനയിലുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്. യെന പാരഡൈസ് ബാനോഫ് എന്നാണ് പറയണത്. നമ്മുടെ യെനയത്തെ ബസ് ബാനോഫിന് ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണിത്. നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് കാണാനും ഇവിടെ വന്നിരിക്കാനൊക്കെ ഒരു സുഖമുണ്ട്. അങ്ങനെ തിരിച്ച് നമ്മൾ നമ്മുടെ ഡോമിൻ്റെ അവിടേക്ക് എത്തി. അന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഈ റൂമിൽ പോവുക, കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുക, ഫുഡ് ഉണ്ടാക്കുക, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിച്ച് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പറയുക. പിന്നെ ജർമ്മനിയിൽ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ.